മതിയാക്കൂ രണ്ടാളും, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്തി കയറി ഇരിക്കുക. അപ്പോഴോ ലാവണ്യ സ്വയം തലമാന്തി പൊളിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ രണ്ടും എന്തിനാ പിള്ളേരെ ആ പിഴച്ചവളുടെ പേരും പറഞ്ഞ് വഴക്കിടുന്നു? ആ ചെക്കനെ അവളെ മടക്കുന്നതിന് മുമ്പ് അവളെ പിഴിഞ്ഞ് കുറെ ഉണ്ടാക്കണം നമുക്ക്. അതുകൊണ്ട് കൽപ്പന അപ്പച്ചി ചിലപ്പോൾ അവളെയൊന്ന് സ്നേഹിക്കും. അത് കണ്ട് നിങ്ങൾക്ക് അസൂയൊന്നും തോന്നല്ലേ പിള്ളേരെ? അടക്കി പിടിച്ച കൽപ്പനയുടെ ചിരി മായയും ലാവണിയും ഒപ്പം കൂടി. ആ രംഗം മുന്നിൽ കണ്ട പോലെ നന്നായിട്ടൊന്ന് ചിരിച്ചു. നീലാംബരിക്ക് വന്നു ചേർന്ന ഭാഗ്യം ഇല്ലാതായി കാണാൻ മൂവരും അതിയായി ആഗ്രഹിച്ചു. പക്ഷേ സ്വർണ്ണമുട്ടയിടുന്ന പിടക്കോഴിയെ ബുദ്ധിയില്ലാത്ത ഉടമസ്ഥൻ പെട്ടെന്ന് കൊന്ന പോലെ അവളെയും കൊല്ലാൻ പറ്റില്ലല്ലോ. മുട്ടകൾ കുറെ കരുതി വെക്കണം തങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി. അതായിരുന്നു ശശിധരന്റെയും കുടുംബത്തിന്റെയും മനസ്സിൽ. ദൂരെ കാണുന്ന പടുകൂറ്റൻ മാൻഷൻ, സെക്യൂരിറ്റി ഗേറ്റ് തുറക്കുന്നതും ഓരോ വണ്ടികളായി ഗേറ്റ് കിടന്ന് അകത്തേക്ക് ചീറിപ്പായുന്നതും നിരനിരയായി നിർത്തുന്നതും കാറിനുള്ളിരുന്ന് ഓരോരുത്തരും വീക്ഷിച്ചു. ഡ്രൈവർമാർ തന്നെ വേഗത്തിലിറങ്ങി എല്ലാവർക്കും ഡോർ തുറന്നു കൊടുത്തു. ശേഷം വണ്ടികൾ ഓരോന്നായി വലിയ പോർച്ചിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഉണ്ടായിരുന്ന പല മോഡൽ ആഡംബര കാറുകൾക്കരികിലായി ഇവ പാർക്ക് ചെയ്യുന്നെല്ലാം അവർ നോക്കി നിന്നു. പെട്ടെന്ന് തന്നെ അവർക്കരികിലേക്ക് ഓടിയെത്തി മാനേജർ അശോകൻ. പറഞ്ഞേൽപ്പിച്ച പോലെ വിനയത്തോടെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. അയാൾ ആരാ എന്താണെന്നൊന്നും അറിയില്ല. മാൻഷനിൽ ഗസ്റ്റ് ഉണ്ടെന്ന് ജയേന്ദ്രമേനോൻ പറയുമ്പോൾ വരുന്നവരെ പ്രതീക്ഷിച്ചെന്നാണ് അയാൾ. ആ അകത്തേക്ക് വരൂ, ഞാൻ ഈ മാൻഷനിലെ മാനേജറാ, പേര് അശോകൻ. ഒരു ചിരിയോടെ എല്ലാവരെയും നോക്കി അയാൾ പറയുമ്പോൾ ശശിധരൻ ചുറ്റിലും ഒന്ന് നോക്കി. അല്ല, നമ്മുടെ കൂടെ വന്ന വലിയ സാർ അവിടെ? മറ്റേ രണ്ട് സാർമാരെയും കാണുന്നില്ലാലോ? ശശിധരൻ അശോകനോടായി ചോദിച്ചു.